ഇന്ന് നമ്മൾ ചെയ്യണതാ ഈ തോണി ഉണ്ടാക്കുകയാണ്. സിമെൻറ്റിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ പണി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ കമ്പി വളച്ച് വെച്ചാണ്ട് ഈ രൂപത്തിലാക്കിയിട്ട് നമ്മൾ തോണിൻ്റെ ഷേപ്പിലാക്കിയിട്ട് വെച്ച്. അപ്പോൾ നമ്മൾ ബെൽഡിങ് അല്ല നമ്മൾ ചെയ്യണത്, നമ്മൾ കട്ടമ്പേറ്റ് കെട്ടി സെറ്റ് ചെയ്യാണ്. ശരിക്കും ബെൽഡിങ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ ബെൽഡിങ്ങിന് ഇപ്പോൾ ഇതിനായിട്ട് വിളിച്ചപ്പോൾ നമ്മളടുത്ത് വന്നെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കെട്ടമ്പി വെച്ചിട്ട് തന്നെ കെട്ടി നല്ല സെറ്റാക്കി തോണീൻ്റെ രൂപത്തിലാക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വളച്ചൊക്കെ സെറ്റായിട്ട് ഇപ്പം അതിൻ്റെ റിങ് പോലെ ആക്കണം ഒക്കെ ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ റൈറ്റിൽ രസം കയറ്റി വെച്ചാൽ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ ചെറിയ പണികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ഇടയിൽ എടുക്കുന്ന പണികളാണ്. അപ്പോൾ ഫുള്ളും ഒരു വർക്ക് മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റുള്ള പണികളും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കമ്പികളൊക്കെ കെട്ടുമ്പോൾ എടുത്ത് നല്ല സെറ്റായി കെട്ടണം. ടൈറ്റായി കെട്ടി തോണി രൂപത്തിലാക്കും. എന്നിട്ട് ആവശ്യമില്ലാത്ത കമ്പികളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കണം ചെയ്യേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ അടിയിൽ കൂടെയുള്ള കമ്പികളൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി മേലെ 2 കമ്പിയും കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ്. പിന്നെ നമുക്ക് വെക്കാനുള്ള നെറ്റ് ചുറ്റണം. നെറ്റ് ചുറ്റിയിട്ട് നമ്മൾ പിടിപ്പിച്ച ആൾ. അപ്പോൾ നമ്മൾ ഏകദേശം ഇതാ ഈ കോലത്തിലാക്കിയിട്ടുണ്ട്. ഇനി ആവശ്യമില്ല കൂടുതലുള്ള കമ്പികളൊക്കെ കട്ട് ചെയ്തിട്ട് വളച്ച് വെക്കും. ഇതാ ഇപ്പോൾ ഏകദേശം തോണിൻ്റെ രൂപത്തിലാക്കി മൂലൊന്ന് കൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ സൈഡിലും അതേപോലെ നമ്മൾ മൂല കൂപ്പി. അപ്പോൾ നമ്മളിപ്പോഴും 2 പണിക്കാരുണ്ടായിരുന്നു. അവരെ നെറ്റി കൊട്ടിക്കൊള്ളാന്ന് പറഞ്ഞപ്പോൾ അവർ കൊടുത്ത് അങ്ങനെ ഈ നെറ്റി കോലത്തിലാക്കിയിട്ട് ഏകദേശം തോണീൻ്റെ രൂപത്തിൽ തന്നെ ആയി. അങ്ങനെ പിടിപ്പിച്ചിട്ടുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അന്ന്. അങ്ങനെ അത് പിടിപ്പിച്ചിട്ട് ഈ രൂപത്തിലാക്കിയിട്ട് ഫസ്റ്റ് ദിവസം തന്നെ ഈ രൂപത്തിലാക്കിയിട്ട് ഏകദേശം ഫിനിഷ് ആക്കിയിട്ടില്ല, പിടിപ്പിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് ഈ രൂപത്തിലാക്കി. ഇനിയിപ്പോൾ അതിന് തോണിൻ്റെ കമ്പും ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ഫിനിഷാക്കി തേച്ച് സെറ്റാക്കണം. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോ ആണിത്. പിന്നെ നമ്മൾ പെയിൻറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് അങ്ങനെ ഏകദേശം ഇപ്പോൾ നമ്മൾ തോണിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇത് കൊടിഞ്ഞ്